പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അഭിഭാഷകരെ ഇവർക്ക് കൊടുക്കാറുണ്ട്, നിയമോപദേശം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്ത് നമ്മളെയൊക്കെ അപമാനഭാരം കൊണ്ട് തല കുനിച്ച് നിർത്തുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായത്. ഇതൊന്നും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത് കേട്ടിട്ട് നമ്മളെ മാനസികമായി നമ്മൾ പോലും തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിൽ. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലം ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അറിയാവുന്ന കുട്ടിയാണ്, പിതാവിനെ അറിയാവുന്നതാണ്, സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാൽ പോലീസിന് എന്താ പറ്റിയത്? പോലീസ് ആരുടെ കൂടെയാണ്? ഇരകളുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ എന്ന് സംശയിക്കുക. ഉണ്ടായിസം തോന്നിവാസം. ഇന്നലെ ആലുവയിൽ ഒരു വീട് ആളുകൾ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നതിന് ശേഷം അവിടുത്തെ ഒരു പയ്യൻ മാത്രം ഉണ്ടായുള്ളൂ. അയാളെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇവരെ ആരെയും അന്വേഷിക്കാൻ പോകുന്നില്ല. അവൻ അവിടെ 3/4 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ, ആലുവ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് വീണ്ടും വന്ന് അതേ ഗുണ്ടകൾ വന്ന് വീട് രണ്ടാമതും ആക്രമിക്കുകയാണ്. മുഴുവൻ ചില്ലുകളും തല്ലി തകർക്കുകയാണ്. പോലീസ് ഇങ്ങനെയാകുമ്പോൾ വ്യാപകമായി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഗുണ്ടാ സംഘങ്ങൾ, ലഹരിമരുന്ന് ഉപയോഗത്തിന്റെ ആളുകൾ, ഇതെല്ലാം വർദ്ധിക്കുകയാണ്. നിസ്സംഗരായി നിൽക്കുകയാണ് പോലീസ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെട്ടു. നമ്മളിത് നേരത്തെ ഉന്നയിച്ച സംഭവമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ? ആരാണ് അവരെ സ്വാധീനിക്കുന്നത്? ഈ പറയുന്ന അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുകയാണ് പല സ്ഥലത്തും. ആ സംരക്ഷണമാണ് തിരുവനന്തപുരത്തൊക്കെ നടന്ന ക്രൂരമായ ഗുണ്ടാക്രമണം, ഞെട്ടിക്കുന്ന ഗുണ്ടാക്രമണം. നമുക്ക് ആളുകൾ പുറത്തേക്ക് പോകാൻ ഭയപ്പെടുന്ന തരത്തിലേക്ക് കേരളം മാറുകയാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം, ഈ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് നടപടിയെടുക്കണം, ശ്രദ്ധ വേണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉള്ളപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി, പോയി കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് പന്തീരങ്കാവിൽ നവവധു പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലാണ്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് വീഴ്ചയുണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വേട്ടക്കാർക്കൊപ്പമാണോ ഇരകൾക്കൊപ്പമാണോ നിൽക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ.